2017 30,000 കൂടുതൽ കിട്ടിയിട്ടില്ല. ഞാൻ ചെറിയ കച്ചവടക്കാരിയല്ലേ. അതായത് വേറെ ഏജൻസി എടുത്തിട്ട് സബ് ഏജന്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നടന്നു വിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ഷേമനിധിയും കമ്മീഷനെ കിട്ടുമോ? എനിക്ക് ക്ഷേമനിധിയിൽ ഞാൻ 2019 ചെന്ന് ക്ഷേമനിധിയിൽ ചേർന്നു. 55 വയസ്സ് കഴിഞ്ഞെങ്കിൽ ചേർക്കൂല. അപ്പൊ എനിക്ക് 52ാമത്തെ വയസ്സായിരുന്നു 19. അതുകൊണ്ടാണ് അവർ ക്ഷേമനിധി ചേർത്തത്. അത് വെറുതെ അല്ല, 50,000 ബില്ല് വേണം. വിൽപ്പനക്കാരി എന്ന് തെളിയിക്കുന്ന ബില്ലുണ്ടെങ്കിലേ അവിടെ ക്ഷേമനിധിയിൽ അംഗത്വം ചേർക്കൂ. അപ്പൊ 50,000 ബില്ലും കൊണ്ടാ അപ്പൊ ഈ അംഗത്വം ചേരാൻ പോകും. ഞാൻ ഒറ്റയ്ക്കായോണ്ടും ചിലവ് ചുരുക്കി ജീവിക്കുന്നതുകൊണ്ടും എനിക്കത് ചെറിയൊരു പൈസയാണ് ഇതിൽ ലാഭം കിട്ടണം. അത് 55 ടിക്കറ്റ് എടുക്കും. അത് വിറ്റ് മുഴുവനും പോയാലേ എനിക്കൊരു 300 രൂപ കിട്ടുള്ളൂ. അത് മഴയോ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് അസുഖമൊക്കെ വന്നാൽ ഒരു രക്ഷയില്ല. എനിക്ക് ബീഫ് വേറെ ആരും സഹായിക്കാനില്ല. സങ്കടം. മക്കള് 2 പെൺമക്കളാ. അവരൊക്കെ അവർ സെറ്റിലായി. അവരെ കഷ്ടപ്പെടുത്താൻ ഞാൻ പോകില്ല. 15 കൊല്ലം വീട്ടിൽ ജോലി ചെയ്തേ. പക്ഷെ ഞാൻ സത്യാവസ്ഥ പറഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ പറയും പോലെ സത്യം പറയണതാണ്. 15 കൊല്ലം വീട്ടിൽ ജോലി ചെയ്തു. പിന്നെ എനിക്ക് കൊറോണയ്ക്ക് മുന്നേ ജനറൽ ഹോസ്പിറ്റലിൽ 14 ദിവസം ബോധമില്ലാതെ കിടന്നു. BP കൂടി, ബ്ലഡ് ബ്ലോക്കായി. സർക്കാരിന്റെ ചെലവിലാണ് ഇറങ്ങിയത്. അതിനുശേഷമാണ് വീട്ടിൽ ജോലിക്ക് പോകാത്തത്. അതിനുശേഷം കൂലിക്ക് സ്വന്തം ചെലവിന്റെ പൈസക്ക് വേണ്ടി കൂലിക്ക്. അപ്പൊ അവര് ടിക്കറ്റ് വിറ്റ് പോവാതെ പൈസ 400 രൂപ വെച്ച് ശമ്പളം തരും ബേക്കറി ജംഗ്ഷനിൽ. അപ്പൊ അവര് പൈസ തരുമ്പോ അവർക്ക് ദേഷ്യം. ടിക്കറ്റ് ചിലവാവാതെ പൈസ. അങ്ങനെ അവിടെ കണ്ടും കേട്ടും വഴിയെ പോണവരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബുക്ക് എടുത്ത് വിറ്റൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതിന് ശേഷമാണ് സ്വന്തമായിട്ട് 2 ബുക്ക് എടുത്ത് വിറ്റു. അതിന്റെ ബില്ല് സൂക്ഷിച്ചു വെച്ച് അറിയാന്നുള്ളവർ പറഞ്ഞു തന്ന് ക്ഷേമനിധി ചെന്ന് അംഗത്വം ചേർന്നാല് 50,000 ബില്ലും കൊണ്ട് ചെന്നാൽ ക്ഷേമനിധിയിൽ ചേരാം. ചേർന്നു. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും വരാൻ പറ്റില്ല. എനിക്ക് അസുഖമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മക്കളൊക്കെ നെഗറ്റീവാണ്. എന്നുവെച്ചാൽ അവര് എന്നെ പോലെ കിടന്ന് കഷ്ടപ്പെട്ടു. CBI തോമസ്, പണ്ടത്തെ CBI തോമസ് സാറുണ്ടല്ലോ, കുറ്റാന്വേഷണ വിധൻ. ആ സാർ കോട്ടയത്താണ് താമസിക്കുന്നത്. എൻ്റെ മോളെ 2ാമത്തെ മോളെ കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ പയ്യനാ കിട്ടിയത്. അവരെ വീടുകളിലൊക്കെ ജോലി എടുത്ത എൻ്റെ മോള് ജീവിക്കുന്നത്. 99 61 33 78 26